നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ. ഡിസംബർ 25 മുതൽ 31 തീയതി വരെയുള്ള ഒരു വാരത്തെ ഒരു സൂക്ഷ്മമായ അപഗ്രഥനമാണ് നടത്തുന്നത്. 25 തീയതി മുതൽ 31 തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം എപ്രകാരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഇന്ന് ഈ വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹസ്ഥിതിയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ഇനി മേടത്തിൽ ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. മിഥുനത്തിൽ ചന്ദ്രൻ, ചിങ്ങൻ രാശിയിൽ കേതു, വൃശ്ചികത്തിൽ ബുധൻ, ധനുവിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ, കുംഭത്തിൽ ചന്ദ്രൻ രാഹു, മീനത്തിൽ ശനി. ഇത് മേടം മുതൽ 12 രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. ഏവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മീനം രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ശനിയുണ്ട്. 4-ാം ഭാവത്തിൽ വ്യാഴം, 6-ാം ഭാവത്തിൽ കേതു, 9-ൽ ബുധൻ, 10-ാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ, 12-ാം ഭാവത്തിൽ ചന്ദ്രൻ കേതുവോടുകൂടി. മീനൻ രാശിക്കാർക്ക് ഇവിടെ ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം, ഇവിടെ 5-ാം ഭാവം സന്താനപതിയായ ഗ്രഹം ചന്ദ്രൻ 12-ാം ഭാവത്തിൽ നിൽക്കുന്നു രാഹുവോടുകൂടി. ഇത് സന്താന വിഷയങ്ങൾക്ക് ഉണ്ടാകുന്ന അരിഷ്ടതകളെ സൂചിപ്പിക്കുന്നുണ്ട്. അതിനു പുറമെ മാതാവിനും അരിഷ്ടത വരുന്ന വാരമാണ്. ശശി ദ്വാദശേ ശത്രു നേത്രാദി ചിന്ത 12-ൽ ചന്ദ്രൻ വരുമ്പോൾ കണ്ണിനെയും ശത്രുക്കളെയും ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. വിചിന്യ സദാ സദ്വ്യേ മംഗലാനി പിതൃവ്യാധി മാത്രാദിനോ അന്തർവിഷാദ. തൻ്റെ അന്തർവിഷാദ, തനിക്കുള്ളിൽ ദുഃഖം വരും. ആരെ ഓർത്ത്? പിതൃവ്യാധി മാത്രാദിന, അച്ഛനെയും അമ്മയെയും ചിന്തിച്ച് ഉള്ളിൽ വളരെയധികം പ്രയാസങ്ങൾ വരും. ന ച ആപ്നോതി കാമം, തനിക്ക് ആഗ്രഹിച്ചത് നേടാൻ പറ്റില്ല. ഇവിടെ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ ദുർബലമായി നിൽക്കുമ്പോൾ മനസ്സിന് മോഹഭംഗങ്ങളാണ് ഉണ്ടാവുക, മോഹങ്ങളല്ല. പ്രിയ അല്പപ്രിയാത്വം, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പ്രിയത്വം വളരെ കുറയും. അതിന് മറ്റൊരു കാരണവുമുണ്ട്. പലപ്പോഴും ഭാര്യയെ പിരിഞ്ഞ് തീർത്ഥാടനത്തിനൊക്കെ പോകും ആര്? മീനൻ രാശിക്കാർ. എന്താണ് കാരണം? 9-ാം ഭാവത്തിൽ ബുധനാണ്. ആ ബുധൻ ഒരു തപസ്വി, ധർമ്മനിഷ്ഠ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതിനാൽ ദാമ്പത്യത്തിൽ അത്ര സുഖകരമായിരിക്കില്ല ഈ വാരം. പക്ഷേ കർമ്മമേഖല വളരെ നന്നായി മുമ്പോട്ട് പോകുന്ന വാരമാണെന്നറിയുക. ദയവ് ചെയ്ത് കാശ് വരട്ടെ, അല്ലെങ്കിൽ കർമ്മമേഖല നന്നാവട്ടെ, പക്ഷേ എന്ത് ചെയ്യരുത്? ഓവർ പോഷായിക്കൊണ്ട് ആർഭാടം കാണിച്ച് ധനം നഷ്ടപ്പെടും. ഇവിടെ ധർമ്മദേവ സങ്കേതത്തിൽ വഴിപാടുകൾ ചെയ്യൽ നിർബന്ധമാണ്. കാരണം അവിടെ ശുക്രൻ വില്ലനാണ്. ശുക്രൻ മീനൻ രാശിക്കാർക്ക് ആരാണ്? അഷ്ടമാധിപനാണ്. അയാൾ നിൽക്കുന്നത് എവിടെയാണ്? 10-ാം ഭാവത്തിലാണ്. ഭ്രൂ കർമ്മകോ ഗോത്രവീര്യം രുണദ്ധി. 10-ൽ വിൽക്കുന്ന ശുക്രൻ തൻ്റെ ഗോത്രത്തിൻ്റെ വീര്യത്തെ നശിപ്പിക്കുന്നു. കുലത്തിൻ്റെ ആ വീര്യം, മഹിമയെ ഇല്ലാതാക്കും. അതിന് കാരണം എന്താണ്? ചയാർത്ഥം ഭ്രമക്കുന്ന ആത്മീയ ഏവ ഭ്രമ. തൻ്റെ ഒരു ഭ്രമമാണ്, വേണ്ടാത്ത കാര്യങ്ങളുടെ ഒരു ആസക്തികൾക്ക്. ഫോർ എക്സാമ്പിൾ, തന്നെ ധർമ്മദൈവ സംഘത്തിൽ ഒരു വലിയ ഉത്സവം നടക്കുന്നു. 1000 കൊടുക്കുന്നതിന് പകരം അവിടെ ആളാവാൻ വേണ്ടി 10,000 കൊടുക്കുക. അങ്ങനെ ആളാവാൻ കളിക്കുന്ന പല കർമ്മങ്ങളും വിഫലമായി വരും. തുലാമാനതോ ഹാടകം വിപ്രവൃത്യ ജനാഡംബരെ പ്രത്യേകം വാ വിവാദം. ഇവിടെ നല്ല മധ്യസ്ഥനായിക്കൊണ്ട്, നല്ല കാര്യസ്ഥനായിക്കൊണ്ട് വലിയ ആളുകളെ ട്രീറ്റ് ചെയ്താൽ തനിക്ക് ധാരാളം ധനം കിട്ടും. അതിനാൽ ഇവിടെ പലപ്പോഴും വിവാഹ തീരുമാനങ്ങൾ എവിടെ? കോടതിയിൽ. ദാമ്പത്യം ഡൈവേഴ്സ് അങ്ങനെ നിൽക്കുമ്പോൾ അതൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വക്കീലന്മാർക്ക് ധാരാളം കാശ് കിട്ടും. സന്തോഷിച്ച് ജനങ്ങൾ അങ്ങോട്ടേക്ക് കാശ് കൊടുക്കും. വിവാദത്തിലൂടെ കാശ് കിട്ടുമെന്നാണ്. ദമ്പതികൾ പരസ്പരം പിരിയുമ്പോൾ ഉണ്ടാകുന്ന ഇത്ര സ്വർണം അതൊക്കെ പങ്കുവെക്കുന്ന രീതിയിൽ അതിനൊക്കെ ചുക്കാൻ പിടിച്ചാൽ തനിക്കും ധാരാളം ഗുണങ്ങൾ തൻ്റെ ക്ലയൻസ് തരും. വക്കീലന്മാർക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ കർമ്മമേഖല വളരെ നല്ലതാണ്. ചടുലമായി നൃത്തം ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. പാട്ടുകാർക്ക് വളരെ നല്ലതാണ്. ശുക്രൻ തൗരിത്രികമാണ്. സംഗീത ഉപകരണങ്ങൾ, നൃത്തം, ഇതിൻ്റെ കാരകത്വമാണ് ശുക്രന്. അഷ്ടമാധിപത്യ ദോഷം ഉള്ളതുകൊണ്ട് വാഹനം, ആഡംബരം ശ്രദ്ധിക്കണം. വാഹനാപകടങ്ങൾ വരും, ഒരു മാറ്റവുമില്ല. ശ്രദ്ധിച്ച് മാത്രം വാഹനങ്ങൾ ഓടിക്കുക. 11 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കർഗഹോമം ചെയ്യണം.
വലിയ മക്കളുടെ പേരിൽ, അമ്മയുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്ത് അവരുടെ ദോഷങ്ങളെ അകറ്റുക. പ്രിയമുള്ള പ്രേക്ഷകരെ, കർമ്മത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിന് പരിഹാരമായി വെള്ളിയാഴ്ച ഗണപതിക്ക് നാളികേരം അടിക്കുന്നത് വളരെ ഗുണമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.